ഹലോ എവ്രിവൺ. വീണ്ടും നമുക്ക് ചാപ്റ്റർ 1-ലെ ആൻസർ ഇൻ പോയിന്റ്സ് നോക്കാം. അനുതാപ സങ്കീർത്തനങ്ങളെ വെറും ചരിത്രപരമായ പശ്ചാത്തലത്തിൽ മാത്രം വായിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ട്? ഇവയെ ചരിത്രമായി മാത്രം കാണാതെ സഭയുടെ ജീവിക്കുന്ന അനുഭവമായി കാണേണ്ടതുണ്ട്. അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടനയിലെ ആദ്യഘട്ടം എന്താണ്? അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടനയിലെ ആദ്യഘട്ടം ഏറ്റുപറച്ചിൽ അഥവാ കുമ്പസാരം, കൺഫെഷൻ ഓഫ് സിൻസ് ആണ്. ഇത് പാപത്തിന്റെ സത്യസന്ധമായ ഏറ്റുപറച്ചിലാണ്. ഏറ്റുപറച്ചിലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പാഠഭാഗത്തിൽ നൽകിയിരിക്കുന്ന സങ്കീർത്തന വാക്യം എന്റെ പാപം ഞാൻ സമ്മതിക്കുന്നു, എന്റെ അകൃത്യം എപ്പോഴും എന്റെ മുമ്പിലുണ്ട്. സങ്കീർത്തനം 51:3 എന്ന വാക്യമാണ് ഏറ്റുപറച്ചിലിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന പാഠഭാഗം. കുമ്പസാരം അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ എന്ന ഘട്ടത്തിൽ ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാന മനോഭാവം എന്താണ്? തന്റെ പാപങ്ങളെ ഒളിച്ചു വെക്കാതെ ദൈവസന്നിധിയിൽ പൂർണ്ണമായ സത്യസന്ധതയോടെ സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്ന മനോഭാവമാണ്. വിശുദ്ധ വല്യമാർ ബെസേലിയോസിന്റെ അഭിപ്രായത്തിൽ ദൈവം ആരെയാണ് അന്വേഷിക്കുന്നത്? ദൈവം പാപം അറിയാത്തവനെയല്ല അന്വേഷിക്കുന്നത്, പാപം സമ്മതിക്കുന്നവനെയാണ് അവൻ അന്വേഷിക്കുന്നത്. ദൈവസന്നിധിയിൽ രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? രക്ഷയുടെ വാതിൽ തുറക്കുന്നത് എങ്ങനെയാണ്? ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരണം നടത്തുന്നത് രക്ഷയ്ക്ക് തടസ്സമാണ്. എന്നാൽ സത്യസന്ധമായ പാപസമ്മതം ദൈവകൃപയുടെ വാതിൽ തുറക്കുന്നു. ശാരീരികവും ആത്മീയവുമായ വേദനയെ സൂചിപ്പിക്കുന്ന സങ്കീർത്തന വാക്യം എന്താണ്? എന്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല, എന്റെ പാപം കാരണം എനിക്ക് സമാധാനമില്ല. സങ്കീർത്തനം 38:3. പാപം ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ് എന്താണ് എഴുതുന്നത്? പാപം ആത്മാവിനെ രോഗിയാക്കുമ്പോൾ ശരീരം അതിന്റെ ഭാഷ സംസാരിക്കുവാൻ തുടങ്ങുമെന്ന് അദ്ദേഹം എഴുതുന്നു. സമഗ്ര മനുഷ്യ ദർശനം, ഹോളിസ്റ്റിക് ആന്ത്രോപോളജി എന്നതുകൊണ്ട് സഭാപിതാക്കന്മാർ എന്താണ് വ്യക്തമാക്കുന്നത്? ആത്മാവും ശരീരവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ആത്മാവിന്റെ രോഗം പാപം ശരീരത്തിനും വേദനയായി പ്രതിഫലിക്കുമെന്നുള്ളതാണ് ദർശനം. അനുതാപ സങ്കീർത്തനങ്ങളുടെ മൂന്നാമത്തെ ഘടന എന്താണ്? അതിന്റെ പ്രത്യേകത എന്ത്? മൂന്നാമത്തെ ഘടന ദൈവകരുണയിലേക്കുള്ള അഭയമാണ്. അവ ഒരിക്കലും നിരാശയിൽ അവസാനിക്കാതെ ദൈവകരുണയിലുള്ള ആഴമേറിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ദൈവകരുണയിലുള്ള അഭയത്തെ വ്യക്തമാക്കുന്ന സങ്കീർത്തനം ഏതാണ്? കർത്താവെ, ആഴങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. സങ്കീർത്തനം 131. സിറിയയിലെ മാർ അപ്രയം ദൈവത്തിന്റെ സിംഹാസനത്തെയും അനുതാപിയെയും കുറിച്ച് എന്താണ് പറയുന്നത്? കരുണയാണ് ദൈവത്തിന്റെ സിംഹാസനം, അനുതാപിയാണ് അവിടെ ധൈര്യത്തോടെ സമീപിക്കാവുന്ന ആളെന്ന് അദ്ദേഹം പറയുന്നു. അനുതാപ സങ്കീർത്തനങ്ങളുടെ നാലാമത്തെ ഘടന ഏതാണ്? അതിന്റെ ലക്ഷ്യമെന്ത്? നാലാമത്തെ ഘടന പുതിയ സൃഷ്ടിയാകുമെന്ന പ്രത്യാശയാണ്. പാപത്തിൽ നിന്നുള്ള മോചനം മാത്രമല്ല, പുതിയ മനുഷ്യന്റെ സൃഷ്ടിയാണ് അനുതാപം ലക്ഷ്യമാക്കുന്നത്. പുതിയ സൃഷ്ടിയാകാനുള്ള പ്രത്യാശ പ്രകടിപ്പിക്കുന്ന സങ്കീർത്തന വാക്യം ഏതാണ്? ദൈവമേ, ശുദ്ധ ഹൃദയം എന്റെ ഉള്ളിൽ സൃഷ്ടിക്കണമേ. സങ്കീർത്തനം 51:10. അലക്സാൻഡ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ് ദൈവത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ എങ്ങനെയാണ് വിവരിക്കുന്നത്? ദൈവം മനുഷ്യനോട് ക്ഷമിച്ച് അവനെ പുതുക്കിയാണ് രക്ഷിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. രക്ഷ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ പൂർണ്ണമായി ഒഴിവാക്കേണ്ട കാര്യം എന്താണ്? ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരണം, സെൽഫ് ജസ്റ്റിഫിക്കേഷൻ നടത്തുന്നത് ഒഴിവാക്കണം. കാരണം അത് രക്ഷയ്ക്ക് വലിയ തടസ്സമാണ്. സങ്കീർത്തനം 38:3 അനുസരിച്ച് പാപം മനുഷ്യന്റെ സമാധാനത്തെയും ശരീരത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? പാപം കാരണം മനുഷ്യന് ആത്മീയമായ സമാധാനം നഷ്ടപ്പെടുന്നു. അത് അവന്റെ അസ്ഥികളുടെ ആരോഗ്യത്തെ പോലും ക്ഷയിപ്പിച്ചു കളയുന്നു. ശരീരം അതിന്റെ ഭാഷ സംസാരിക്കാൻ തുടങ്ങുമെന്ന് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയസിന്റെ വാക്കുകളുടെ അർത്ഥമെന്ത്? ആത്മാവ് പാപം കാരണം രോഗാതുരമാവുമ്പോൾ ആ രോഗത്തിന്റെ ബാഹ്യമായ ലക്ഷണങ്ങൾ ശാരീരിക വേദനകളായും അസ്വസ്ഥതകളായും ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങുമെന്നാണ് അതിന്റെ അർത്ഥം. അനുതാപ സങ്കീർത്തനങ്ങൾ എന്തുകൊണ്ടാണ് ഒരിക്കലും നിരാശയിൽ അവസാനിക്കാത്തത്? അവ കേവലം പാപത്തെക്കുറിച്ച് ഓർത്ത് വിലപിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവത്തിന്റെ വലിയ കരുണയിൽ ആഴമുള്ള വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രത്യാശയിലേക്ക് വിരൽ ചൂണ്ടുന്നതിനാലാണ് അവ നിരാശയിൽ അവസാനിക്കാത്തത്. മാർ അപ്രേമിന്റെ പ്രസ്താവന പ്രകാരം ദൈവത്തിന്റെ കരുണയുടെ സിംഹാസനത്തെ ധൈര്യത്തോടെ സമീപിക്കാൻ യോഗ്യതയുള്ളത് ആർക്കാണ്? യഥാർത്ഥ ഹൃദയത്തോടെ പശ്ചാത്താപിക്കുന്ന ഒരു അനുതാപിക്ക് മാത്രമേ ദൈവത്തിന്റെ കരുണ നിറഞ്ഞ സിംഹാസനത്തെ ധൈര്യത്തോടെ സമീപിക്കാൻ സാധിക്കൂ. അനുതാപത്തിന്റെ അന്തിമവും യഥാർത്ഥവുമായ ലക്ഷ്യം എന്താണ്? പാപത്തിൽ നിന്നുള്ള താൽക്കാലികമായ മോചനം നേടുക എന്നത് മാത്രമല്ല, ദൈവകൃപയാൽ ആത്മീകമായ ഒരു പുതിയ മനുഷ്യനായി മാറുക, പുതിയ സൃഷ്ടിയാകുക എന്നതാണ് അനുതാപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം.
വിശുദ്ധ അത്താനാസ്യോസിന്റെ വാക്കുകളിൽ ദൈവത്തിന്റെ പാപമോചനം എങ്ങനെയാണ് പൂർത്തിയാകുന്നത്? ദൈവം മനുഷ്യന്റെ തെറ്റുകൾ വെറുതെ ക്ഷമിച്ചു വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവനെ ആത്മീയമായി പുതുക്കി പണിതുകൊണ്ട് നവീകരിച്ചുകൊണ്ടാണ് രക്ഷിക്കുന്നത്. സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ അനുതാപ സങ്കീർത്തനങ്ങൾ പ്രധാനമായി ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ്? ഉപവാസകാലങ്ങൾ, കുമ്പസാര ശുശ്രൂഷ, രാത്രി പ്രാർത്ഥനകൾ എന്നിവയിലാണ് ഇവ വ്യാപകമായി ഉപയോഗിക്കുന്നത്. സറൂഗിലെ വിശുദ്ധ യാക്കോബ് സഭയുടെ അനുതാപത്തെ ദാവീദിന്റെ കണ്ണീരുമായി എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത്? സഭ അനുതപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവരുടെ ഭാഷയാവുന്നുവെന്ന് അദ്ദേഹം എഴുതുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ അനുതാപത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? അനുതാപത്തെ ഒരു വ്യക്തിഗത ആത്മീയ അനുഭവമായി മാത്രമല്ല, മറിച്ച് സഭാ സമൂഹത്തിന്റെ പരിശുദ്ധീകരണമായിട്ടാണ് കാണുന്നത്. പഴയ നിയമ പ്രവാചകന്മാർ ജനങ്ങളെ നിരന്തരം എന്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്? അതിന് ഉദാഹരണമായ വചനം ഏത്? ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ അവർ ആഹ്വാനം ചെയ്തു. ഉദാഹരണം, പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങി വരുവീൻ, യോവേൽ 2:12. യോവേൽ പ്രവാചകന്റെ പുസ്തകം അനുസരിച്ച് അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തല്ല? വിഗ്രഹാരാധന ഉപേക്ഷിക്കൽ, ദൈവത്തോടുള്ള വിശ്വസ്തത വീണ്ടെടുക്കൽ, നീതിയിലും വിശുദ്ധിയിലും ജീവിക്കൽ എന്നിവയാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം അനുസരിച്ച് അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Thank you for watching. See you with another video.